കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസഡർ JP സിംഗുമായിട്ട് ജെറുസലേമിൽ വെച്ചിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി ഒന്ന് ഊഷ്മളമാകാൻ അത് കാരണമാകും എന്ന രീതിയിലൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇന്ത്യ സന്ദർശനം, പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാൻ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്ത്യ സന്ദർശനം ഏത് രീതിയിലായിരിക്കും ഇന്ത്യയുമായുള്ള ബന്ധത്തെ ബാധിക്കുക? ഇന്ത്യ ഇസ്രായേൽ ബന്ധം വളരെ കാലങ്ങളായി ദൃഢമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ഇസ്രായേലും. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ധാരാളം ആളുകൾ ഇസ്രായേലിൽ തൊഴിലെടുക്കുന്ന ആളുകളുണ്ട്. ഈ ഇസ്രായേലിൻ്റെ ഏത് തരത്തിലുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അവരുടെ ആഭ്യന്തര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഇസ്രായേൽ പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിലെല്ലാം ഇന്ത്യ അവരുടെ ഭാഗമായി നിൽക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പുരാതന കാലം എന്ന് വെച്ചാൽ ചരിത്രാതീത കാലം മുതൽ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആളുകൾ വരികയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായി മാറുകയൊക്കെ ചെയ്തിട്ടുള്ള ചരിത്രമുള്ള നാടാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം. അതോടൊപ്പം തന്നെ എത്രയോ കാലങ്ങളായി സുദൃഢമായിട്ടുള്ള ഒരു വിദേശ നയം, പ്രത്യേകിച്ച് നയതന്ത്ര ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രണ്ട് രാജ്യങ്ങൾ എന്നുള്ള നിലക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി 2018 അദ്ദേഹം അവസാനമായി ഇന്ത്യ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ തന്നെ ഏതാണ്ട് 4-5 ദിവസക്കാലം അദ്ദേഹം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി നയതന്ത്ര വിഷയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആയുധ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലൊക്കെ നടക്കുന്ന പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളെല്ലാം കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള പോളിസികളിലും ആ തരത്തിലൊരു ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യം എന്നുള്ള നിലക്ക് ശ്രീ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരുന്നത് സ്വാഭാവികമായും നമ്മുടെ സംവിധാനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന പല സാമ്പത്തിക വിഷയങ്ങളുമുണ്ട്. അതിലെല്ലാം നാം സ്വീകരിക്കുന്നത് ഇസ്രായേലിനൊപ്പം മുന്നോട്ട് പോവുക, ഇസ്രായേൽ നമുക്കൊപ്പം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ശക്തമായ ഒരു ബന്ധം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇറാനുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്താണെങ്കിലും പാലസ്തീൻ വിഷയം നടക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകൾ സുദൃഢമായി ഇസ്രായേലിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഒരു ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള ആ രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ഒരു ഇസ്രായേൽ വിരുദ്ധ മനോഭാവം സൃഷ്ടിച്ചുകൊണ്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾക്കും അതോടൊപ്പം തന്നെയുള്ള അക്രമങ്ങൾക്കുമൊക്കെ അറുതി ഉണ്ടാകണം എന്ന് വിചാരിക്കുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമാണ്. ഇപ്പോൾ പാലസ്തീനുമായും അങ്ങനെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്ന സാഹചര്യം ഇന്ത്യയുമായിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ ആ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും പാലസ്തീൻ വിഷയത്തിൽ പോലും ഒരു സുദൃഢമായിട്ടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ള സമയമാണ് കടന്നു പോയിട്ടുള്ളത്. ഇപ്പോൾ ഇറാനുമായി യുദ്ധം നടക്കുന്ന സമയത്ത് പോലും, അല്ലെങ്കിൽ അവർ ആ തരത്തിൽ ആഭ്യന്തരപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഇന്ത്യയുടെ വ്യോമയാന അതിർത്തി പൂർണ്ണമായി അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള അവിടുത്തെ തൊഴിലെടുക്കുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും വ്യോമപാത ഉപയോഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു തടസ്സവുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് ആ ബന്ധവും ആ നയതന്ത്ര രീതിയും എല്ലാം ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെതന്യാഹു വരുന്നത് ഗുണകരമാകും എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് വലിയ പ്രതിരോധ രംഗത്ത് നമ്മുടെ സുരക്ഷാ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിനും നമ്മുടെ സാങ്കേതിക വിദ്യ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനുമുള്ളൊരു സാഹചര്യം വരും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്കെതിരെ തീരുവ വർദ്ധിപ്പിച്ച ഒരു വിഷയമുണ്ടല്ലോ. ഇപ്പം ട്രംപ് തീരുവ വർദ്ധിപ്പിച്ചു, അതിൻ്റെ പേരിൽ വ്യാപാര ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്ന ഘട്ടത്തിൽ ഈ നെതന്യാഹുവിൻ്റെ സന്ദർശനം കൊണ്ട് ഇന്ത്യക്ക് അമേരിക്കയുമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ നെതന്യാഹു അതിനൊരു ഭാഗവാക്കാകും എന്ന് തോന്നുന്നുണ്ടോ? അമേരിക്കയുടെ നയത്തെ അതുകൂടി ചേർത്ത് വായിക്കണമോ എന്നുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഷയമാണ്. അത് അമേരിക്ക ഇപ്പോൾ എടുക്കുന്നത് ഒരു ലോക പോലീസ് ആവുക എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു വിഷയത്തിലേക്ക് വീണ്ടും അവർക്ക് വരാൻ കഴിയുമോ എന്ന് ശ്രമിക്കലാണ്. ഇപ്പോൾ റഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ, ഉക്രൈനുമായിട്ടുള്ള തർക്കത്തിൻ്റെ കാര്യത്തിൽ, ഇറാനുമായിട്ടുള്ള തർക്കത്തിൻ്റെ കാര്യത്തിൽ, ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള വിഷയത്തിൻ്റെ കാര്യത്തിൽ
ഒക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം നടന്ന സമയത്ത് ഒക്കെ അമേരിക്ക എടുക്കുന്ന ഒരു സ്റ്റാൻഡ് തങ്ങൾ പറയുന്നത് ഈ രാജ്യങ്ങൾ അനുസരിക്കണം എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ അടുത്ത കാലത്ത് നാം കാണുന്നത് ഒരു രാജ്യവും അതിന് വശംവദമായിട്ടില്ല എന്നുള്ളതാണ്. ഒരു രാജ്യവും അമേരിക്ക പറയുന്ന നിലപാടിനൊപ്പം പോയിട്ടില്ല. പക്ഷെ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്, നയതന്ത്ര ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, വ്യാപാര ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു അപ്രമാദിത്വത്തോടു കൂടി ഒരു തിട്ടൂരം പ്രഖ്യാപിക്കാനുള്ള ഒരു അവകാശമോ അധികാരമോ അമേരിക്കക്ക് ഒരു രാജ്യവും കൽപ്പിച്ച് നൽകിയില്ല എന്നുള്ളതാണ്. അങ്ങനെ അമേരിക്ക പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ഷനും ഒരു തരത്തിലുള്ള അവരുടെ ഡയറക്ഷൻസോ അവരുടെ ഇമ്പോസിഷൻസോ ഒന്നും ഒരു രാജ്യവും വകവെച്ച് കൊടുത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉക്രൈൻ്റെ പ്രധാനമന്ത്രിയോട് ഒപ്പം ഇരുന്നു കൊണ്ട് ട്രംപ് നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളുമുണ്ട്. അതൊരു ശാസനയുടെ രൂപത്തിലായിരുന്നു. പക്ഷേ ആ രാജ്യം പിന്നെയും അതിന് വശംവദരാകാതെ അവർ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ അമേരിക്കയെ സംബന്ധിച്ച് അവർ നേരിടുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ പാകിസ്ഥാനുമായി ഇന്ത്യ യുദ്ധം സമാനമായൊരു സാഹചര്യത്തിലേക്ക് പോയപ്പോൾ പാകിസ്ഥാൻ്റെ പല തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും ഇന്ത്യ ആക്രമിച്ചു. തദ്ദേശീയമായിട്ടുള്ള വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തകർത്തു എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ വേദനയുണ്ടായത് അമേരിക്കക്കാണ് എന്നാണ് കാണേണ്ടത്. കാരണം അമേരിക്കയുടെ പല ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ നിലനിൽക്കുന്നത്. അവരുടെ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചൈനയുടെയും അമേരിക്കയുടെയും സഹായത്തോടു കൂടിയിട്ടാണ് എത്രയോ കാലങ്ങളായി പാകിസ്ഥാനെ പിന്തുണക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. പാകിസ്ഥാന് ആയുധ കച്ചവടം നടത്തുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അവരുടെ ഒരു പ്രതിരോധ ശേഷിയും അവരുടെ ഒരു ആയുധ കച്ചവടത്തിലുള്ള അപ്രമാദിത്വം അവസാനിക്കുന്നു എന്ന് അമേരിക്ക തിരിച്ചറിയുകയാണ്. മാത്രമല്ല അവർ അങ്ങനെ തങ്ങളുടെ ആയുധങ്ങൾക്കുള്ള ശേഷി ഭയങ്കരമാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തെ മുഴുവനായും സംരക്ഷിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ധരിപ്പിച്ചിരുന്നതിന് ഒരു പ്രസക്തിയുമില്ല എന്ന് ലോകത്തിൻ്റെ മുൻപിൽ കാണിച്ചു കൊടുത്തതാണ് നമ്മുടെ പ്രത്യാക്രമണം. ആ പ്രത്യാക്രമണത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് അവരുടെ പ്രതിരോധ രംഗത്തുള്ള മുഖമാണ്. കാരണം അമേരിക്ക ധരിച്ചിരുന്നത് പാകിസ്ഥാനെ തങ്ങളുടെ ബേസ് ആക്കിക്കൊണ്ട്, അതാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതാണല്ലോ, പാകിസ്ഥാനെ ബേസ് ആക്കിക്കൊണ്ട് അമേരിക്ക ഒരു ആയുധ സംഭരണ സംവിധാനത്തിലേക്ക് നീങ്ങിയിരുന്നു എന്നുള്ളതാണ്. അത് പ്രത്യക്ഷമായി പുറത്തു വന്നിരിക്കുന്നു. അവരുടെ ആ തരത്തിലുള്ള ചില ചില പ്രവർത്തനങ്ങൾ, മറച്ചു വെച്ചുകൊണ്ടുള്ള ചില ആയുധ സംഭരണ സംവിധാനങ്ങൾ, ഇതെല്ലാം പുറത്തു വന്നിരിക്കുന്നു. ഇത് അമേരിക്കയെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചിട്ടുള്ളത്. അവരെ അതിൽ ഭയങ്കരമായി അഗ്രീവഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം അമേരിക്കയെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കെതിരെ അമേരിക്ക ഈ സാങ്ഷനിങ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തീരുവ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, അമേരിക്ക ഇന്ത്യയെ കൂടി ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ശ്രമം നടത്തുകയാണ്. അത് നടപ്പില്ല എന്നുള്ളത് നമ്മുടെ രാജ്യം, നമ്മുടെ ജനാധിപത്യ സംവിധാനം, നമ്മുടെ ഭരണകൂടം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പലപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഗ്രഹം, അമേരിക്ക എപ്പോഴാണോ നമുക്കെതിരെ ഈ തരത്തിൽ ഏതെങ്കിലും ഒരു നടപടിക്ക് മുതിരാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുള്ളത്, അപ്പോഴെല്ലാം ഇന്ത്യയുടെ ഇക്കോണമി സ്വയം പര്യാപ്തമാവുക മാത്രമല്ല, നമ്മൾ ശക്തമായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ 98-99 കാലഘട്ടത്തിൽ പൊഖ്രാൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കെതിരെ കുറച്ച് കാലത്തേക്ക് ഒരു സാങ്ഷൻ കൊണ്ടുവന്നു അമേരിക്ക അത് സ്വയം പിൻവലിച്ച് പോയി എന്നുള്ളതല്ല. അതായത് നമ്മൾ അവരോട് പോയി കെഞ്ചുന്ന സാഹചര്യം ഉണ്ടായില്ല, നമ്മൾ അവരോട് ഏതെങ്കിലും തരത്തിൽ അതിനെ മാറ്റണമെന്ന് പറഞ്ഞില്ല. നമ്മൾ അന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടം പറഞ്ഞത് നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വദേശി സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് സംവിധാനത്തെ ബാലൻസ് ചെയ്യാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ സമാനമായ രീതിയിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം പോകുന്നത്. നമ്മുടെ ഇറക്കുമതി കുറയും, നമ്മുടെ കയറ്റുമതി ബാധിക്കും എന്നൊക്കെ പറയുന്ന ആളുകളുടെ മുൻപിൽ ഈ രാജ്യം ഇപ്പോൾ പറയുകയല്ലേ, നമ്മൾ വീണ്ടും സ്വദേശിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ആലോചിക്കുന്നു, നമ്മളുടെ ഇക്കോണമിയെ നമ്മുടെ സ്റ്റഡിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിക്ലൈൻ ചെയ്യുന്ന ഇക്കോണമികളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒപ്പമോ ഇന്ത്യയുമായി ഇപ്പോൾ നേരിടുന്ന GDPയുടെ വളർച്ചയുടെ സാഹചര്യത്തിലേക്കോ അമേരിക്കക്ക് ഇപ്പോൾ കടക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം
നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവർ ഒരു ഒപ്റ്റിമൈസേഷൻ സ്റ്റേജിലെത്തി, അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പോലും അമേരിക്ക ഒരു ഡിക്ലൈനിങ് സ്റ്റേജിലേക്ക് പോകുന്നു. അപ്പോൾ അമേരിക്കക്ക് അവരുടെ ഡോളറിനെ പിടിച്ചു നിർത്താൻ, അവരുടെ വ്യാപാരത്തെ പിടിച്ചു നിർത്താൻ, അവരുടെ ഡോളർ കണക്കാക്കിക്കൊണ്ടുള്ള വ്യാപാരത്തെ പിടിച്ചു നിർത്താനൊക്കെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ നടക്കുന്ന ഇടപാടുകളിൽ പലപ്പോഴും ഡോളർ ഒരു ഘടകമായി വരുന്നില്ല. അത് അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഡോളറിൻ്റെ അപ്രമാദിത്വം ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമായ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഇല്ലാതെയാകുന്നു, അല്ലെങ്കിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ അത് ഭാഗമാകുന്നില്ല. അത് ചൈനയുടെ കാര്യത്തിലും അവർക്ക് അതേ പ്രശ്നം നേരിടുകയാണ്. അപ്പോൾ ചൈന, ഇന്ത്യ, റഷ്യ എന്ന് പറയുന്ന വളരെ വലിയ രാജ്യങ്ങൾ, ചെറിയ രാജ്യങ്ങളല്ല, ജനസംഖ്യയുടെ കാര്യത്തിലാണെങ്കിലും ഭൂവിസ്തൃതിയുടെ കാര്യത്തിലാണെങ്കിലും ഇക്കോണമിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ 3 രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ തങ്ങളുടെ ഡോളറിനുള്ള അപ്രമാദിത്വം നഷ്ടപ്പെടുന്നു എന്നുള്ളത് അമേരിക്കയെ കുറച്ചൊന്നുമല്ല വേവലാതിപ്പെടുത്തുന്നത്. അതിൽ നിന്നാണ് അവർ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കെല്ലാം വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.